എന്തിനമ്മേ കരയുന്ന? ഒന്നുമില്ല മോളെ. എനിക്കറിയാം, വർഷാത്തി ഓർത്തല്ലേ. മോളെ, ജഗന്റെ ജാമ്യം എന്തായി? ജാമ്യം കിട്ടുമായിരിക്കും അച്ഛാ. ഈ സാഹചര്യത്തിൽ ജഗൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും നിന്റെ അമ്മയ്ക്കും ഒരു ആശ്വാസമായേനെ. പരോപകാരമാണല്ലോ ജഗന് ഏറ്റവും പ്രധാനം. ആർക്കോ വേണ്ടി പാവം കുറ്റം സമ്മതിച്ചതായിരിക്കാനേ വഴിയുള്ളൂ. വർഷമോളുടെ മരണാനന്തര ചടങ്ങ് നടത്താൻ വിക്രമനും പ്രകാശിനും ഒട്ടും താല്പര്യമില്ല. എന്റെ കുഞ്ഞിപ്പോ ഗതി കിട്ടാതെ അലയുകയായിരിക്കും. ആത്മാവിന്റെ പശയടക്കാൻ ഒരു പിടി ചോറെങ്കിലും കൊടുക്കണ്ടേ മോളെ? കരയെഴുതച്ച, പിതൃക്കൾക്ക് അന്നം കൊടുത്ത് പാരമ്പര്യമുള്ളവരല്ലേ നമ്മള്. ആരൊക്കെ എതിർത്താലും ആ ചടങ്ങ് നടത്തണം. എന്റെയും ശത്രുവിന്റെ ആത്മാക്കളെ തൃപ്തിപ്പെടുത്താൻ കർമ്മം ചെയ്യേണ്ടവളാ വർഷമോള്. അവൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ കർമ്മം ചെയ്യണമെന്ന് ഓർക്കുമ്പോ അച്ഛനൊരു സങ്കടം പറഞ്ഞതേ ഉള്ളൂ. മോളതൊന്നും കാര്യമാക്കണ്ട. ജഗനുണ്ടായിരുന്നെങ്കിൽ അവനെല്ലാ ഒത്താശകളും ചെയ്തേനെ. മരണാനന്തര ചടങ്ങില് അവനും കൂടി പങ്കെടുത്തായിരുന്നെങ്കിലെന്ന് ഒരാഗ്രഹമുണ്ട്. അവൻ വരുമായിരിക്കും. വന്ദനമ്മേ, ജഗനങ്കിള് വരോ? വരും മോളെ. വേണ്ട, വരണ്ട. വരുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്റെ അച്ഛനെ കൊന്ന ആളാ അയാൾ, ഇവിടെ വരണ്ട. ജഗൻ നിരപരാധിയായിരിക്കോ? എന്തായാലും ജയിലിൽ പോയി ജഗനെ ഒന്നുകൂടി കാണണം. ഹലോ, എന്താ പ്രകാശ? രമേശ, എനിക്കൊരു സഹായം വേണമായിരുന്നു. അതിനെന്താ, നീ പറ. അതെ, എനിക്ക് വളരെ വിശദമായിട്ട് ചോദിച്ചറിയേണ്ട കാര്യങ്ങളാ, ചില നിയമ സംശയങ്ങള്. പറ പ്രകാശ, എനിക്ക് ഉടനെ ഒരു പ്രതിയെ കൊണ്ട് മെഡിക്കലിന് പോകാനുള്ളതാ. എന്നാ ശരി, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. അത് മതിയോ? നിന്റെ ഡ്യൂട്ടി ടൈം അല്ലേ, ഫ്രീ ആകുമ്പോൾ മീറ്റ് ചെയ്യാം. പ്രകാശ, അത്യാവശ്യമാണെങ്കിൽ നാളെ ഉച്ച വരെ ഞാൻ ജില്ലാ കോടതി കാണും. നീ അങ്ങോട്ട് വന്നാലും മതി. ആ സാറില്ല, അതൊക്കെ കഴിയട്ടെ. നേരിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാ. ശരി, എങ്കിൽ നമുക്ക് തിരക്ക് കഴിഞ്ഞിട്ട് കാണാം. മതി, അത് മതി, അത് മതി. മാനത്തെ കൊട്ടാരം